അതിനേക്കാൾ നിനക്ക് ഞാനൊരു വേലക്കാരൻ നിശ്ചയിച്ച് തരുന്നതിനേക്കാൾ നിനക്ക് ഖൈറായ ഒന്ന് ഞാൻ പൊന്നുമോളെ ഉപ്പ നിനക്ക് പരിചയപ്പെടുത്തി തരട്ടെ. മോളെ ഇദാഖറത്ത് മൽജഅകി, നീ നിന്റെ കിടപ്പറയിലേക്ക് ചെന്നാൽ നീ അല്ലാഹുവിനെ വാഴ്ത്തിക്കോ. സുബ്ഹാനല്ലാഹ് 33 പറഞ്ഞു, അൽഹംദുലില്ലാഹ് 33 പറഞ്ഞു, അല്ലാഹു അക്ബർ 34 പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതങ്ങ് പഠിപ്പിച്ചു കൊടുത്തപ്പോ മകൾക്ക് ദേഷ്യം വന്നില്ല. വേലക്കാരനെ ചോദിച്ചു ചെന്നിട്ട്, എനിക്കെന്റെ ഉപ്പ പാതിരാത്രി വിളിച്ചുണർത്തിയിട്ട് ദിക്റാണല്ലോ പഠിപ്പിച്ചു തന്നതെന്ന് പുന്നാര മകളായ ഫാത്തിമ ബീവിക്ക് തോന്നിയില്ല. കാരണം അവൾ സ്വർഗ സ്ത്രീകളുടെ നേതാവായ ഉമ്മയാണ്, അതുകൊണ്ട് അവർക്കത് തോന്നൂല. മഹദിയായ ഫാത്തിമ ബീവിക്ക് തോന്നിയില്ല, മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിനും തോന്നിയില്ല. വേലക്കാരനെ ചോദിച്ചിട്ട് അമ്മോശാക്ക പാതിരാത്രിയിൽ വന്നിട്ട് ദിക്ർ ചൊല്ലാൻ പഠിപ്പിക്കുന്നവര് നേരമെന്ന് കയർത്ത് സംസാരിച്ചില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നെ ഞങ്ങൾ ആ ദിക്റുകൾ ഒഴിവാക്കിയിട്ടില്ല എന്നാണ് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. ഏത് തിരക്കിനിടയിലും ആ ദിക്ർ ഞാൻ മറന്നിട്ടില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, അലിയാരെ, നിങ്ങൾക്ക് ഏറെ തിരക്കും ടെൻഷനും ഒക്കെ ഉണ്ടായ ഒരു രാത്രിയല്ലേ? നാളെ സിഫീൻ യുദ്ധം നടക്കുകയാണെങ്കിൽ തലേനാളത്തെ രാത്രി നിങ്ങൾക്ക് വല്ലാത്ത തിരക്കുള്ള രാത്രിയായിരുന്നല്ലോ. ആ സിഫീൻ യുദ്ധം നടക്കുന്ന രാത്രിയിലെങ്ങാനും നിങ്ങളിത് പറയാൻ സാധ്യതയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആല നിഷേധിച്ചുകൊണ്ട് പറയുകയാണ്, വലാ ലൈലത സിഫീൻ, സിഫീൻ യുദ്ധത്തിന്റെ രാത്രിയിലും ഞാനിത് പറയാൻ മറന്നുപോയിട്ടില്ല. ഉമ്മമാരെ, ഉപ്പമാരെ, പടിയെടുത്ത് ക്ഷീണിച്ചു പോയോ? അധ്വാനിച്ച് തളർന്നു പോയോ? കൃഷിയെടുത്ത് അധ്വാനിച്ച് വീടിന്റെ പണികൾ എടുത്തുകൊണ്ട്, അടുക്കള പണിയെടുത്തുകൊണ്ട്, പുറം ലോകത്ത് മക്കളെ പോറ്റാൻ വേണ്ടി അധ്വാനിച്ച് തളർന്നു പോയോ? സഹോദര, സഹോദരി, ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ചൊല്ലുന്ന ഈ ദിക്റിന് നിനക്ക് ശാരീരികമായ പവർ നൽകാൻ കഴിവുണ്ടെന്നല്ലേ ഇതിന്റെ അർത്ഥം? മാനസികമായി നിനക്ക് കരുത്ത് നൽകാൻ പവറുള്ള ദിക്റാണെന്നല്ലേ ഇതിന്റെ അർത്ഥം? അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഒരു ഉറങ്ങുന്നതിന്റെ മുമ്പും പറയാൻ മറന്നു പോകല്ല. അങ്ങനെ എത്രയെത്ര ദിക്റുകളുണ്ട്, എത്രയെത്ര തസ്ബീഹുകളുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അങ്ങനെ ആയിരക്കണക്കിന് ദിക്റുകൾ വീടിന്റെ അകത്തളങ്ങളിൽ ഖുർആൻ ഓതു. സഹോദര, സഹോദരി, ശൈത്താൻ പോകട്ടെ വീട്ടിൽ നിന്ന്. ശൈത്താനെ അകറ്റിയോടിക്കാനുള്ള മാർഗമാണ് ഖുർആനിലേക്ക് മടങ്ങൂ. നിങ്ങളുടെ വീടുകളതാ വിശുദ്ധ ഖുർആൻ പാരായണം നിങ്ങൾ നിർവഹിക്കൂ. അത് നാളെ പരലോകത്ത് നിങ്ങൾക്ക് ശുപാർശകനാണ്. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, നിങ്ങൾക്ക് ശുപാർശകനായി കൊണ്ട് പരലോകത്ത് വരും. അതുകൊണ്ട് ഖുർആൻ ഓദിക്കോ. സുന്നത്ത് നോമ്പുകൾ ജീവിതത്തിൽ കൊണ്ടുവന്നോ? അതേ, തിങ്കൾ വ്യാഴവും നോമ്പെടുത്തോ? അങ്ങനെ കഴിയുന്നത്ര സുന്നത്ത് നോമ്പുകൾ എടുക്ക്. 5 നേരത്തെ നിസ്കാരം ഒരിക്കലും ഉപേക്ഷ വരുത്തല്ല. എന്ത് തിരക്ക് പറഞ്ഞിട്ടാണ് ആളെ പരലോകത്ത് രക്ഷപ്പെടുക? ഒരു കല്യാണം ഉണ്ടായാൽ, ഒരു പുതുക്കം പോക്കിന് പോയാൽ, ഒരു ആസ്പത്രി കേസിന് പോയാൽ, ഒരു രോഗിയെ കാണാൻ പോയാൽ, ഒരു ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയാൽ നിസ്കാരം ഒഴിവാക്കുന്ന ഉമ്മമാരെ, ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് വേണ്ടി നിസ്കാരം ഒഴിവാക്കാമോ? പാടില്ലല്ലോ. യുദ്ധരംഗത്ത് വരെ ഊരിപ്പിടിച്ച വാളുമായി ശത്രു വരുമ്പോഴും ഓടിക്കതച്ചുകൊണ്ടും നിസ്കരിക്കണേ എന്ന് പഠിപ്പിച്ച ദീനിന്റെ അനുയായികളെ, നിങ്ങൾ എങ്ങനെ നിസ്കാരം ഒഴിവാക്കുന്നു? കണ്ടില്ലേ, ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടില്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയെക്കാളും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അള്ളയാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് സഊദിയിലെ സൽമാൻ രാജാവ്, സഊദിയിലെ സൽമാൻ രാജാവതാ ഒബാമ വന്നിട്ട് അദ്ദേഹത്തെ പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് രാജസ്വീകരണം നൽകുന്നതിനിടക്ക് അല്ലാഹു അക്ബർ എന്ന വെളിയാളം കേട്ടപ്പോ അള്ളയാണ് എനിക്ക് വലുതെന്ന് പ്രഖ്യാപിക്കുന്ന നിലക്ക് നിസ്കാരത്തിന് പോയില്ലേ? ലോകവാർത്താ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തില്ലേ? ഓ മുസ്ലിമേ, നിന്റെ വീട്ടിലൊരു കല്യാണ നിശ്ചയം ഉണ്ടായെങ്കിൽ പിന്നെ നിനക്ക് നിസ്കാരം വേണ്ടല്ലേ? നിസ്കാരം പിന്നെ ഒഴിവാക്കലാണല്ലേ? മുസ്ലിമേ, യുഹാഫിളൂന ദായിമൂന ഖാശിഊന എന്നൊക്കെ റബ്ബ് പറഞ്ഞത് മുഅ്മിനീങ്ങളുടെ നിസ്കാരത്തെ പറ്റിയാണ്. അവരതിൽ ശ്രദ്ധയുള്ളവരാണ്.
നിത്യതയുള്ളവരാണ്, കൃത്യതയുള്ളവരാണ്, ഭയഭക്തിയുള്ളവരാണ്. അത് കൃത്യമായിട്ട് അവർ കൊണ്ടു നടക്കുന്നവരാണ്. കാരണം അതിലൂടെയാണ് അവർ പാപങ്ങളിൽ നിന്ന് അകലുന്നത്. നിസ്കാരം എന്തിനാണ് ഉമ്മ? നിസ്കാരം എന്തിനാണ് ഉപ്പ? പെങ്ങളെ, എന്തിനാ നിസ്കാരം? അതേ, നിന്റെ എല്ലാ നികൃഷ്ട നീച പ്രവർത്തനങ്ങളിൽ നിന്നും നിന്നെ തടയാനാണ് നിസ്കാരം. നിസ്കരിക്കുന്നവർക്ക് നെറ്റിലൂടെയാണെങ്കിലും മൊബൈലിലൂടെ ആണെങ്കിലും അശ്ലീലം കാണാൻ ആ കണ്ണുകൾക്ക് കഴിയില്ല, മ്യൂസിക് കേൾക്കാൻ ആ കാതുകൾക്ക് പറ്റൂല, അനാവശ്യങ്ങൾ ഫോർവേഡ് ചെയ്യാൻ ആ വിരലവർ ഞൊടിക്കുകയില്ല, വേണ്ടാത്തതിന്റെ പിന്നാലെ അവർ പോവുകയില്ല. പെങ്ങളെ, ഒളിച്ചോട്ടം തുടർക്കഥയായി മാറുന്ന ലോകമാണ് പെങ്ങളെ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അല്പമൊക്കെ മതബോധമുണ്ടെന്ന് പറയുന്നവരുടെ വീടുകളിൽ നിന്ന് പോലും ഒളിച്ചോട്ടം നടക്കുമ്പോൾ കൃത്യമായി ബോധവൽക്കരണം തീരെ കിട്ടാത്ത കുടുംബങ്ങളിൽ സംഭവിക്കാൻ എന്തൊക്കെ ഇരിക്കുന്നു. അതുകൊണ്ട് ഭാര്യമാരെ, നിങ്ങളെ സൂക്ഷിച്ചോ. ഭർത്താക്കളെ, നിങ്ങളെ സൂക്ഷിച്ചോ. ഓ വിശ്വാസികളെ, ഖുഅൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബാദികളെയും നരകത്തിയിൽ നിന്ന് കാത്തുകൊള്ളണേ. കത്തിയാളുന്ന നരകം, ഭീകരമായ നരകം, ഒരമ്പെന്ന ബീഭത്സമായ പല രൂപത്തിലുള്ള ശബ്ദങ്ങൾ, ഗർജനങ്ങൾ പുറത്തുവിടുന്ന നരകം. ആ നരകത്തിയിൽ കിടന്നുകൊണ്ട് നിങ്ങളുടെ കൈകള്, നിങ്ങളുടെ തൊലികൾ സംസാരിക്കുമ്പോ നിങ്ങൾ ചോദിക്കില്ലേ, പരലോകത്ത് വെച്ച് അള്ള പഠിപ്പിച്ചിട്ടില്ലേ നമ്മളോട്, നമ്മുടെ തൊലികൾ നമ്മൾക്കെതിരെ സംസാരിക്കുമ്പോ ഇതാ ഈ തൊലി കൊണ്ടാണ്, ഈ ശരീരം കൊണ്ടാണ് അവൻ സിനിമ കണ്ടത്, അവൻ സീരിയൽ കണ്ടത്, അവൾ നെറ്റിൽ ആസ്വദിച്ചത്, അവൻ നെറ്റിൽ ആസ്വദിച്ചത്, അശ്ലീല ചിത്രങ്ങൾ കണ്ടത്, വീട്ടിൽ ടിവിയിൽ അത് പ്രദർശിപ്പിച്ചത്, കുടുംബസമേതം ഇരുന്നും അല്ലാതെയും ഒക്കെ പല രംഗങ്ങളും, ആടവും പാട്ടും നൃത്തങ്ങളും നൃത്യങ്ങളും തോന്നിവാസങ്ങളും കോമഡികളും പലതുമൊക്കെ അവൻ കണ്ട ശരീരമാണിത്. പടച്ച റബ്ബേ, വിടരുത് ഇവനെ എന്ന് ഈ ബോഡി നമുക്കെതിരെ പരലോകത്ത് വെച്ച് സംസാരിക്കുമ്പോ നമ്മൾ ഈ ബോഡിയോട് ചോദിക്കും, ഈ സ്കിന്നിനോട് നമ്മൾ ക്രീം പുരട്ടിയിട്ട് പരിപാലിക്കുന്ന, എണ്ണയിട്ട് പരിപാലിക്കുന്ന, ഒന്ന് ചുളിഞ്ഞാൽ ക്രീമിട്ടുകൊണ്ട് മിനുസപ്പെടുത്തുന്ന ഈ തൊലി നമുക്കെതിരെ സംസാരിക്കുമ്പോ നമ്മൾ പറയും തൊലിയോട്, ലിമ ശഹിത്തും അലൈനാ, നിങ്ങളെന്തേ ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് ആസ്വദിക്കാനല്ലേ ഞങ്ങളത് കണ്ടത്, കേട്ടത്, ചെയ്തത്, പ്രവർത്തിച്ചത്? ആ സമയത്ത് തൊലികൾ പറയും, ആ സമയത്ത് തൊലികൾ പറയും, അൻതഖനല്ലാഹ് അല്ലദീ അൻതഖ കുല്ല ശൈ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അല്ലാഹ് ഇന്നത്തെ ദിവസം ഞങ്ങളെയും സംസാരിപ്പിച്ചോ, അത്രമാത്രം. നിങ്ങൾ വിചാരിച്ചുവല്ലേ അല്ല ഒന്നും അറിയുന്നില്ലെന്ന്? ذلكم ظنكم الذي ظننتم بربكم أرداكم. ആ ധാരണയാണ് നിങ്ങളെ പിഴപ്പിച്ചത്, ആ ധാരണയാണ് നിങ്ങളെ അധപ്പതിപ്പിച്ചത്. അതുകൊണ്ട് അള്ള തന്ന ശരീരമാണ്, അള്ള തന്ന കണ്ണാണ്, കാതാണ്, നാവാണ്, വിരലാണ്, കൈയാണ്, കാലാണ്, ബോഡിയാണ്. അത് റബ്ബിന് വിരുദ്ധമായ മാർഗത്തിലേക്ക് ചലിപ്പിക്കാതെ മക്കളെ പരിശീലിപ്പിച്ചോ, ഭർത്താവിനോട് ഉപദേശിച്ചോ, ഭാര്യമാരോട് ഉപദേശിച്ചോ, പെങ്ങളോട് ഉപദേശിച്ചോ, ഉമ്മയോട് ഉപദേശിച്ചോ. അതേ, ക്യാമ്പസുകളിൽ ലഹരി നുരഞ്ഞു പൊന്തുകയാണ്, ക്യാമ്പസുകളിൽ അവിഹിത ബന്ധങ്ങൾ പെരുകുകയാണ്. പാപ്പയാരെന്ന് പറയാനാവാത്ത അവിഹിതമായ ഗർഭങ്ങളുടെ അലസിപ്പിക്കലിൽ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ മുന്നിലാണെന്ന് പഠന സർവേകൾ റിപ്പോർട്ട് ചെയ്യുമ്പോ, ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളുടെ മക്കൾ, അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ടവരുടെ മക്കൾ ക്യാമ്പസുകളിലുണ്ടോ? ഈ വരുന്ന 13, 14, 15 തീയതികളിൽ 3 ദിവസമായി കൊണ്ട് കാസർഗോഡിന്റെ മണ്ണിൽ നടക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന മതബോധവൽക്കരണ സദസ്സിലേക്ക് പറഞ്ഞേക്കോ. ആ കുട്ടികളോട് വെറുതെ പോയിക്കോ എന്ന് പറയുന്നത് കൊണ്ട് മാത്രമായില്ല, പെൺകുട്ടികളുടെ രക്ഷിതാക്കളെ, അവരെയും കൊണ്ട് നിങ്ങളവരെ എത്തിക്കണം, അവർക്ക് വേണ്ട സംവിധാനം ചെയ്യണം. അതുപോലെ തന്നെ ആൺകുട്ടികളുള്ള രക്ഷിതാക്കളെ, നിങ്ങളവരെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം, അവരെ പറഞ്ഞേക്കണം, അവരെ പറഞ്ഞു പഠിപ്പിക്കണം. എന്തിനാ ഉമ്മ, എന്തിനാണ് ഉപ്പ ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, അവര് നാളെ അതാ എന്റെ ഉപ്പ മരിച്ചു, എന്റെ ഉമ്മ മരിച്ചു എന്ന് കേൾക്കുമ്പോ ഉമ്മാക്ക് വേണ്ടി ഒന്ന് നിസ്കരിക്കാൻ അറിയാൻ, ഒന്ന് ഇമാമത്ത് നിൽക്കാൻ കഴിയാത്ത മോള് നമുക്ക് വേണോ, മോൻ നമുക്ക് വേണോ?
അതേ എന്റെ ഉപ്പാക്ക് വേണ്ടി അവസാനമായി അതേ اللهم اغفر له وارحمه وعافه واعف عنه واكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما